3,000 to 400. 4,000. ഓ കൊള്ളാടാ. പകലും ആർസിയാണ് ലുക്ക്. അതെന്താ മൈര അങ്ങനെ ഇലയൊക്കെ പിഴിഞ്ഞ് പറിച്ച് തേച്ച് അവൻ്റെ ഇൻസ്റ്റാഗ്രാം തരൂല. എൻ്റെ ഐഡി എല്ലാവരും ഫോളോ ചെയ്യണേ. റാഷ്ട്രോ പഞ്ചായത്തിലെ മോനെ നമുക്ക് നിങ്ങൾക്ക് 2 വണ്ടിയാണ് റിവ്യൂ അങ്ങോട്ടേക്ക്. ഒന്ന് RC390 BS3, അതേപോലെ തന്നെ ഡൊമിനോ 400 BS4. അപ്പോൾ ഈ ഒരു 2 വണ്ടിയുടെയും കമ്പാരിസൺ റിവ്യൂ അതേപോലെ തന്നെ ഇതിൻ്റെ ഓണർഷിപ്പ് റിവ്യൂ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ 2 ഓണറും നമ്മുടെ കൂടെ ഇവിടെ ഉണ്ട്. ഡൊമിനോൻ്റെ ഓണർ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരൂ. മറ്റേ ഓണറാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് കാണുന്നത്. അവൻ കുറച്ച് ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് അവൻ്റെ മോൻ എഴുതി കാണിക്കാൻ പറ്റില്ല. അവൻ്റെ റിവ്യൂ കൂടെ ഞാനായിരിക്കും പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ടിട്ട് നടക്കാം. അപ്പോൾ ഡൊമിനോന്റെ ഓണർ ആയിട്ടുള്ള വിവേക് നമ്മുടെ കൂടെ ഉണ്ട്. നിന്റെ ഇൻസ്റ്റ ഐഡി എന്താ? റാഷ്ട്രോട്ടറാണ് അവൻ്റെ ഇൻസ്റ്റ ഐഡി. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. പിന്നെ ഈ ഒരു ആശുപത്രിൻ്റെ ഓണറിന് പകരം അവനെ റെപ്രസെൻറ്റ് ചെയ്ത് ഞാനുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി പറയാൻ പോവുകയാണ്. ഈ ഒരു 2 വണ്ടി 400cc കാറ്റഗറി ആണെങ്കിലും ചില കമ്മമാർ റീലൊക്കെ കണ്ടിട്ടാകും ഡൊമിനോ 400 RC390. പക്ഷേ ഇതോട്ടിക്കാനും അതോടിക്കാനും നമുക്ക് രാപ്പകൽ വ്യത്യാസമുണ്ട്. വിവേക് നിനക്ക് ഏത് വണ്ടിയാണ് ഇഷ്ടം? ഇതിൽ എനിക്ക് ഡൊമിനോ 400. യെസ്, അവനവൻ്റെ വണ്ടിയും എനിക്ക് എൻ്റെ വണ്ടി തന്നെയാണ് ഇഷ്ടം. പക്ഷേ എനിക്ക് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഈ വണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെങ്കിലും എനിക്ക് ഓട്ടിക്കാൻ വേണ്ടി ഡൊമിനോറാണ് കുറച്ചുകൂടെ ഒരു കംഫർട്ടും ഒരു കോൺഫിഡൻസ് ഒക്കെ തരുന്നുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടി കാണുന്ന ലുക്കും ഇതിലൊരു ഇരിക്കുന്ന ഒരു പൊസിഷനൊക്കെ ഉണ്ട്. അതെല്ലാം കൂടി ചേർത്ത് ഇതൊരു മാരകമായിട്ടുള്ള വണ്ടി എന്ന് തന്നെ പറയാം. പിന്നെ 2 വണ്ടി 390cc വണ്ടിയാണെങ്കിലും ഈ ഒരു വണ്ടിയിൽ സർവീസ് കോസ്റ്റ് ഏറ്റവും കൂടുതൽ ഇതിനാണ്. പക്ഷേ ഇതിൻ്റെ സർവീസ് കോസ്റ്റ് 7000 കിലോമീറ്ററാണ് പറഞ്ഞത്. അതിൻ്റെ ആണെങ്കിൽ 5,000 ചെയ്യേണ്ടി വരും. പിന്നെ അല്ലാതെ പാർട്സിൻ്റെയും മെയിൻ്റനൻസ് കോസ്റ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ RCക്ക് കുറച്ചുകൂടെ കൂടുതലാണ് KTM-ന്. ഈ ഒരു വണ്ടിക്ക് ഏകദേശം 21 മൈൽ കിട്ടുന്നുണ്ട്. നിനക്ക് എത്ര കിട്ടുന്നുണ്ട്? 18. അവന് 18ആണ്. പിന്നെ ചിലപ്പോഴൊക്കെ എണ്ണ അടിക്കുക അപ്പോഴേ തീരുമെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഇതിൽ ഇഞ്ചക്ടർ മാറ്റി വെച്ചേക്കുന്നത് ഡയറക്റ്റ് എഞ്ചിനിലോട്ടാണ് സംഭവം ഒഴിക്കുന്നതെന്ന് തോന്നുന്നത്. മൈലേജ് ഇപ്പോൾ കുറച്ചായിട്ട് കുറവാണ്. അപ്പോൾ അതെന്തായാലും നമുക്ക് റിപ്പയർ ചെയ്യണം. പക്ഷേ മൈലേജ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, മെയിൻ്റനൻസ് കോസ്റ്റോടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ എണ്ണ അടിച്ചാൽ മാത്രം മതി. മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ്. ഇപ്പോൾ അതിൻ്റെ ബ്രേക്ക് പാഡൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ വെറും 250 രൂപയ്ക്ക് മാത്രമേ. പക്ഷേ ഓർഗാനിക് ബ്രേക്ക് പാഡാണ് സ്റ്റോക്ക് തന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനാണെങ്കിൽ അതൊരു 1200 അടുപ്പിച്ചാവും. ഇപ്പോൾ നിങ്ങൾ ചില 150cc വണ്ടികൾ എടുക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ബ്രേക്ക് പാഡിന് 1200 അടുപ്പിച്ച് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് വണ്ടിയുടെ പേര് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും. ഞാൻ അതിനെപ്പറ്റി എന്തായാലും പറയാൻ വേണ്ടി ഇനി നിൽക്കുന്നില്ല. നമുക്ക് ഇത് രണ്ടിൻ്റെ ഒരു റൈഡിങ് സ്റ്റാൻസ് നോക്കാം. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ നമ്മൾ കയറിയിരിക്കുമ്പോൾ നമ്മൾ വണ്ടിക്ക് അകത്തിരുന്ന് വണ്ടി നമ്മളെ കൊണ്ടുപോകുന്നൊരു ഫീലും ആ ഒരു വണ്ടിയിലാണെങ്കിൽ നമ്മൾ വണ്ടീനെ കുറച്ച് ഡൊമിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സെയിം ഫീലാണ് കിട്ടുന്നത്. ഇപ്പോൾ ഞാനും ഇവനും 6 ഫീറ്റ് അടിച്ച് ആയിട്ടുണ്ട്. ഞാൻ അവൻ്റെ കടി കുറച്ചുകൂടെ സ്കെൽറ്റും അവൻ്റെ അടി കുറച്ചുകൂടെ സൈസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു 6 ഫീറ്റ് ഉള്ള ആൾ ഈ ഡൊമിനോറിലും RCയിലും ഇരിക്കുന്ന ഒരു റൈഡിംഗ് പൊസിഷൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചിരുന്നത്. ഓട്ടിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ പിന്നെ ആഡ് ചെയ്തേക്കാം. ഞാൻ ഇപ്പോൾ ഈ വണ്ടിയിൽ ഇത്രയും കിടന്നാണ് ഓട്ടിക്കുന്നതെങ്കിൽ അവൻ നല്ലതായിരിക്കും അപ്ഡേറ്റ് ആയിട്ടാണ് ഇരുന്ന് ഓട്ടിക്കുന്നത്. പക്ഷേ കുറച്ച് നാൾ ഓട്ടിച്ച് ഈ ഒരു ടഗ്ഗിങ് പൊസിഷനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ഇതായിരിക്കും ഇഷ്ടം. എനിക്കും ഇതാണ് ഓടിക്കാൻ വേണ്ടി ഇഷ്ടം. എൻ്റെ ഒരു ഡ്രീം ബൈക്കുമാണ് RC390. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഡൊമിനോർ 400 ഒരു കിടിലൻ ബൈക്ക് തന്നെയാണ്. ആ ഒരു വൈഡായിട്ട് അവ ഇരിക്കുന്നത് തന്നെ കണ്ടറിയാൻ പറ്റും. അത് കറക്റ്റ് ടൂറിങ്ങിനും ഹൈവേക്ക് വേണ്ടിയും സ്പെസിഫിക് ആയിട്ട് ബിൽഡ് ചെയ്തൊരു വണ്ടി എനിക്കാണ് തോന്നുന്നത്. പിന്നെ 2 വണ്ടി ഓട്ടിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഇത് നല്ലൊരു ലൈറ്റാണ്. നമുക്ക് കുറച്ചൊന്ന് പുഷ് ചെയ്ത് ഓട്ടിക്കാൻ വേണ്ടി തോന്നും. നമുക്ക് പറ്റാത്ത സ്പീഡിലോട്ട് ഈ വണ്ടി നമ്മളെ പെട്ടെന്ന് കൊണ്ടെത്തിക്കും. പക്ഷേ ആ ഒരു വണ്ടി അങ്ങനെയല്ല. നമ്മൾ എത്ര സ്പീഡിൽ പോയാലും നമുക്കൊരു കുട്ട കോൺഫിഡൻസ് ആണ് തരുന്നത്. ഒരു KTM-ൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതിൽ എവിടെയൊക്കെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമോ അവിടെയെല്ലാം വെയിറ്റ് കുറച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡൊമിനോറിൽ എവിടെയൊക്കെ കൂട്ടാൻ പറ്റുമോ അവിടെയൊക്കെ കൂട്ടിയിട്ടുമുണ്ട്. വേറെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ കുറയുന്ന വെയിറ്റിന് ഇതിന് രക്തം ചിന്തുമെങ്കിൽ അതിൽ കൂടുന്ന വെയിറ്റിന് കോൺഫിഡൻസ് ആണ് കൂടുന്നത്. മൈലേജ് ഇപ്പോൾ കുറച്ച് ഷോർട്ടാണ്. അത് നമ്മൾ എന്തായാലും ഉടനെ തന്നെ ശരിയാക്കുന്നതായിരിക്കും. കുറച്ചുകൂടി അഗ്രസീവാണ്. നിങ്ങൾക്ക് ഇത് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു മാനം മര്യാദയ്ക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ തോന്നില്ല. KTM തികച്ചും ഒരു ബ്രാൻഡ് വണ്ടി തന്നെയാണ്. പക്ഷേ അത് അത്യാവശ്യം സൈലൻറ്റും നല്ലൊരു ടൂണ്ട് വണ്ടിയാണ്. നിങ്ങൾക്ക് അത്യാവശ്യം ലോങ് ഒക്കെ എവിടെ വേണോ കൊണ്ടുപോകാൻ പറ്റും. ഈ ഒരു വണ്ടി വെച്ച് നിങ്ങൾക്ക് നല്ലൊരു ഓഫ് റോഡും അടിക്കാൻ പറ്റും. പക്ഷേ വണ്ടി ഓഫ് റോഡിങ്ങിനിടയിൽ ഓഫായി കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് വീട് നൂത്തെടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു വണ്ടിയിൽ നിങ്ങൾ ടഗ്ഗിങ് ചെയ്ത് ഇരുന്നിട്ട് നമ്മുടെ വണ്ടി കൊണ്ടുപോകുന്നൊരു ഫീലായിരിക്കും കിട്ടുന്നത്. KTM-ൻ്റെ ഒരു ബ്രാൻഡ് നിങ്ങളുടെ തലയിൽ പിടിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു വീഡിയോ ഇടാൻ വേണ്ടി നിങ്ങൾ കാണില്ല. പക്ഷേ ആ വണ്ടി അതേപോലെയല്ല, ആർക്കും അവനോട് ഓട്ടിക്കാം. പിന്നെ ബുദ്ധിമുട്ട് പറഞ്ഞത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓഫാക്കിയതിന് ശേഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കാനാണ്. അപ്പോൾ ഈ ഒരു വണ്ടി എനിക്ക് ഓഫിങ്ങിൽ നീക്കാൻ വേണ്ടി നല്ല രീതിക്ക് ഈസിയാണ്. ചുമ്മാ എനിക്ക് നീക്കിക്കൊണ്ട് പോകാം. പക്ഷെ നിൻ്റെ വണ്ടി നീക്കി കാണിച്ചടാ, കുറച്ച് പാടാണ് നീക്കാൻ. അവൻ കിടന്ന് മുക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്ര കുറച്ച് പാടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ട് അവൻ എത്ര പാടുള്ള സ്ഥലത്താണ് നീക്കാൻ പറ്റും. കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ഓണറാണെങ്കിൽ ഈ വണ്ടി ഓട്ടിക്കാൻ പറ്റും. ബാക്കിൽ ആളായിട്ട് നീക്കാനും അല്ലാത്ത സാധനങ്ങളൊക്കെ നല്ല രീതിക്ക് ബുദ്ധിമുട്ട് ഫേസ് ഒരു വണ്ടിയായിരിക്കും ഡൊമിനോർ. പക്ഷെ ഇഷ്ടപ്പെട്ട് ഓടിക്കുന്നവർക്ക് അതൊരു പ്രശ്നമേ ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലൊരു ചോദ്യം കാണും, RC എടുക്കണോ ഡൊമിനോർ എടുക്കണോ എന്നും. ഞാനും കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. കാരണം എനിക്ക് ഈ വണ്ടിയാണ് ഇഷ്ടവും ഡ്രീം ബൈക്കും. പക്ഷേ ആ വണ്ടിയുടെ കംഫർട്ട് എന്നെ ചെറുതായിട്ട് അതിലോട്ടൊന്ന് വലിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് തീർന്നിട്ട് എൻ്റെ കമ്പാരിസൺ വീഡിയോ കണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം, ഇത് വേണോ അത് വേണോ എന്ന്. ഇപ്പോൾ അവൻ്റെ അടുത്ത് ചോദിച്ചാൽ ആ വണ്ടിയും എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഈ വണ്ടിയിൽ നിന്ന് നമ്മൾ പറയും, അത് വേറെ കാര്യം.
അപ്പോൾ ഈ രണ്ട് വണ്ടിയിലും ചെയ്തേക്കുന്ന ചെറിയ ചെറിയ മോഡിഫിക്കേഷനെ പറ്റി പറഞ്ഞത് അത് തന്നെ ഈ ആർച്ചിലൊന്നും വലിയ രീതിക്ക് മോഡിഫിക്കേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു പവർ പാർട്ട് വൈസറും കഴിച്ചിട്ടുണ്ട്. ടെയിൽ വരെ പക്കാ സ്റ്റോക്കാണ്. പിന്നെ ടയർ അപ്സൈസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. ഡൊമിനോർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ? ഞാൻ ബാക്കിൽ ഗ്രാബ് റെയിൽ വെച്ചിട്ടുണ്ട്, ഡിസ്കൗണ്ട് ഗ്രാബ് റെയിൽ. പിന്നെ ഫ്രണ്ട് നമ്പർ പ്ലേറ്റ് ഇളക്കി താത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത്രേ ഉള്ളൂ. അത്ര മോഡിഫിക്കേഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്താ അത് വേണ്ട. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബ്രേക്കിങ്ങിനെ പറ്റിയൊക്കെ പറയണമെങ്കിൽ കാറ്റീവിലായിരിക്കും കൺസോളിൽ എപ്പോഴും ബ്രേക്കിംഗ് കൂടുതൽ. പക്ഷെ നമുക്ക് ഇത് രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് BS3 RC390 ഇതിൽ 300 mm ഫ്രണ്ട് ഡിസ്ക്ലോട്ടറാണ് വരുന്നത്. അതിലാണെങ്കിൽ 320 mm വരും. പക്ഷേ ചെറിയ രീതിക്ക് ഇതിന് ഏകദേശം ഒരേ കണക്കൊക്കെ ബ്രേക്കിംഗ് വരും. കാരണം അതിലിപ്പോൾ ഓർഗാനിക് ബ്രേക്ക് പേഡാണ്. ഇതിലാണെങ്കിൽ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബ്രേക്കിംഗ്. പിന്നെ KTMൻ്റെ അത്ര ബ്രേക്കിംഗ് വരെ വണ്ടിയിലേക്ക് വരാൻ ചാൻസ് ഇല്ല. പക്ഷേ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ഇത് നമുക്ക് കമ്പയർ ചെയ്യേണ്ട ഒരു വകുപ്പില്ല. അപ്പോൾ ഈ ഒരു രണ്ട് വണ്ടിയുടെയും എല്ലാ സൈഡിൽ നിന്നുള്ള ലുക്ക് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു. ഇപ്പോൾ കണ്ടറിയാൻ പറ്റും ഡൊമിനോറിന് അത്യാവശ്യം നല്ല രീതിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. പക്ഷേ RCക്ക് അങ്ങനെയല്ല, ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കുറവാണ്. ആ സ്റ്റാൻഡ് ഒന്ന് ഹൈറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കുറച്ചുള്ളത് എനിക്ക് തോന്നുന്നത്. RC നിങ്ങൾ അത്യാവശ്യം വലിയ പമ്പിലേക്ക് സാധ്യതയിൽ പോലും ചെറുതായിട്ട് തട്ടും. പക്ഷേ ഈ ഡൊമിനോറിന് ആ ഒരു പ്രശ്നം വരുന്നില്ല. പിന്നെ ഈ RC തന്നെ ചില ഒരു കസ്റ്റമായിട്ടുള്ള അണ്ടർവെല്ലൊക്കെ വയ്ക്കുന്നുണ്ട്. അതൊക്കെയാണെങ്കിൽ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അടി ഫുള്ള് എപ്പോഴും ഉറഞ്ഞ് തന്നെയായിരിക്കും ആ വണ്ടിയിൽ ഇരിക്കുന്നത്. നെക്സ്റ്റ് വണ്ടിയുടെ രണ്ടിൻ്റെ ഒരു ഓവറാൾ ലുക്കും സ്റ്റാൻഡ്സും ഒക്കെയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഡൊമിനോറിനാണ് പില്ലിംഗ് എഫർട്ട് കുറച്ച് കൂടുതൽ. ഈ ഒരു RCക്ക് നിങ്ങൾക്ക് എല്ലാ വണ്ടിക്കും അറിയാൻ പറ്റും ഒരു സീറ്റ് കൗളർ സെറ്റപ്പാണ് ഇരിക്കുന്നത്. ഇത് ജസ്റ്റ് അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഇരുത്തിക്കൊണ്ട് പോകാൻ പറ്റും. ലോങ് റൈഡൊക്കെ പോകാൻ വേണ്ടി കുറച്ച് പാടായിരിക്കും. പക്ഷേ ഇത് അത്യാവശ്യം നല്ലലേക്ക് സോഫ്റ്റൊക്കെ തന്നെയാണ്. നല്ലലേക്ക് ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ്. പിന്നെ ഈ ഒരു RCയിൽ എല്ലാവരും കട്ട് ചെയ്ത് പാസ് ചെയ്യുന്നൊരു സംഭവമാണ് ടെയിൽ കട്ട് ചെയ്ത് വെക്കുന്നത്. RCയിൽ ടെയിൽ കട്ട് ചെയ്ത് വെച്ചാൽ നൈസ് ലുക്കാണ്. പക്ഷേ ഡൊമിനോറിൽ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്ര ഒരു ലുക്ക് വരില്ല. ലവ എന്തായാലും അങ്ങനെ കട്ട് ചെയ്ത് വെക്കാൻ പോകുന്നൊക്കെയാണ് പറയുന്നത്. പറ്റിയും ചെറിയൊരു പ്രശ്നമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ RCയിൽ ടെയിൽ കട്ട് ചെയ്ത് വെച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇൻഡിക്കേറ്റർ രണ്ട് ഒടിയും. ഇപ്പോൾ ബാക്കിരിക്കുന്ന ആളായാലും വണ്ടി കയറിയിട്ട് ഇറങ്ങാൻ നേരത്ത് തട്ടി ഈ ഒരു സാധനം ഒടിയും. പക്ഷേ ഡൊമിനോറിലാണെങ്കിൽ അങ്ങനെ തട്ടി ഡൊമിനോറിലും ചിലപ്പോഴൊക്കെ ഒടിയും. ഇതായവ ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെ RC മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കുറച്ച് പൈസയൊക്കെ ഉള്ളവർക്ക് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ. പിന്നെ ഇതൊരു ഡെയിലി യൂസ് വെഹിക്കിളായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വേണമെന്നുണ്ട്. മൈൻഡ് ഉണ്ടെങ്കിൽ ഏത് വണ്ടി യൂസ് ചെയ്യാം. പക്ഷേ എപ്പോഴും കടയിലൊക്കെ പോകാനും സാധനമൊക്കെ വെച്ചിട്ട് RC കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഡൊമിനോറിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് ഡെയിലി യൂസ്, ലോങ് റൈഡ്സ്, ട്രാവൽ, ഓഫ് റോഡ് എന്നിവേണ്ടി എല്ലാ കാര്യത്തിനും ഈ ഒരു വണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഇതെന്ന് വെച്ചാൽ ഒരു പക്ക ഹൈവേ ടൂറർ ടൈപ്പ് വണ്ടിയാണ്. ഇതൊരു 120 നൈസിന് ഹൈവേ പിടിച്ച് ക്രൂസ് ചെയ്ത് പോകാൻ അടിപൊളിയാണ്. അത്ര നല്ല റോഡ് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇത് കുറച്ച് ഹൈ സ്പീഡൊന്നും കയറ്റി നിങ്ങൾക്ക് കാണിക്കാത്തത്. ഇപ്പോൾ അല്ല, അടുത്ത ക്ലിപ്പായിട്ട് ഞാൻ അത് ഉറപ്പായിട്ടും ആഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ടോപ്പ് എൻഡ് എന്നൊക്കെ വെച്ചാൽ കറക്റ്റ് ടോപ്പ് എൻഡ് ഞാൻ പറയുന്നില്ല. ഇതിൻ്റെ ഓണേഴ്സ് കയറ്റി നോക്കിയ ടോപ്പ് എൻഡ് മാത്രം. ഈ ഒരു RT390 BS3 മോഡലിൽ കയറ്റിയ ടോപ്പ് എൻഡ് 178-80 റേഞ്ചിലാണ് കയറ്റിയിട്ടുള്ളത്. പിന്നെ ഈ ഡൊമിനോർ 168 കയറ്റിയിട്ടുള്ളത്. അത് കുറച്ചുകൂടെ കയറാൻ തോന്നുന്നു. എന്തായാലും അവ ഈ വണ്ടി അത്ര കയറ്റിയിട്ടുള്ളൂ. അന്ന് ടയറൊക്കെ മോശമായതുകൊണ്ട് ചിലപ്പോൾ അതിന് കൂടുതൽ ടോപ്പ് എൻഡ് കയറ്റുന്നവരും ചിലത് കുറച്ച് കയറ്റുന്നവരും എല്ലാം കാണും. അതൊക്കെ ഓരോരുത്തരുടെ ഓണറിനെ അനുസരിച്ചിരിക്കും. ഇത് ടോപ്പ് എൻഡ് കയറ്റാൻ വേണ്ടി കയറ്റി നോക്കിയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കൈ കൊടുത്ത് കയറി അതേപോലെ തിരിച്ചിറങ്ങി ആ ഒരു സെറ്റപ്പിലാണ് നോക്കിയത്. ഈ ഒരു RT390 BS3യുടെ ഒരു സെപ്പറേറ്റ് ഇൻ്റഗ്രേറ്റഡ് റിവ്യൂ വീഡിയോ എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. അത് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് കയറി നോക്കി. ഞാൻ എൻഡ് സ്ക്രീനിൽ വല്ല ആ ഒരു വീഡിയോ ഞാൻ കൊടുത്തേക്കാം. അന്ന് എനിക്ക് തോന്നുന്നു ടെയിലൊക്കെ മറ്റേ ടെയിലായിരുന്നു വെച്ചിരുന്നതെന്ന് തോന്നുന്നു. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഈ ഒരു രണ്ട് വണ്ടിയുടെയും ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റിയാണ്. അപ്പോൾ അറിയാമല്ലോ ഡൊമിനോറിനാണ് ഈ സെഗ്മെൻറ്റിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്രൈറ്റസ്റ്റ് ഹെഡ്ലൈറ്റ് ഉള്ളത് ഡൊമിനോറിനാണ്. RCക്കും വെട്ടം കുറവൊന്നും പറയത്തില്ല, നല്ലേക്ക് വെട്ടം. പക്ഷേ ഡൊമിനോറിൻ്റെ അത്ര ഒരിക്കലും എത്തില്ല. രണ്ട് വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് ഇങ്ങനെ നല്ലേക്ക് ഭീകരമായി കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് വണ്ടിയും സ്റ്റാർട്ടിങ്ങിലാണ്. രണ്ടിൻ്റെ എക്സോസ്റ്റ് നോട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി രണ്ടിൻ്റെ സെപ്പറേറ്റ് എക്സോസ്റ്റ് നോട്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഇനി നമുക്ക് രണ്ടിൻ്റെയും എക്സോസ്റ്റ് നോട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഡൊമിനോറിനെ കേട്ട് നോക്കാം. അപ്പോൾ ഇതാണ് ഡൊമിനോറിൻ്റെ എക്സോസ്റ്റ് നോട്ടും. ഐഡിലിങ്ങിലുള്ള നോട്ട് ഇതാണ്. കൈ കൊടുക്കുമ്പോൾ ഉള്ളത് ഈ ഒരു എക്സോസ്റ്റ് നോട്ടാണ് കേൾക്കുന്നത്. ഇതിൽ എക്സോസ്റ്റിലൊന്നും വലിയ രീതിയിലുള്ള വ്യത്യാസം ഒന്നും കൊണ്ടുവന്നിട്ടില്ലാത്ത രണ്ട് വണ്ടികളാണിത്. അടുത്ത് നമുക്ക് RCയുടെ ഐഡിലിങ്ങിലുള്ള എക്സോസ്റ്റ് നോട്ടും അല്ലാത്തുള്ള എക്സോസ്റ്റ് നോട്ടും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് RCയിലെ ഐഡിലിങ്ങിലെ എക്സോസ്റ്റ് നോട്ട്. കൈ കൊടുക്കുമ്പോൾ നമുക്ക് ഈ രണ്ട് വണ്ടിയിലെയും മീറ്റർ കൺസോളിലോട്ടൊക്കെ നോക്കാം. ഈ ഒരു RCയുടെ BS3 മോഡൽ കുറച്ച് ഔട്ട്ഡേറ്റഡാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിക്ക് സ്പെക്കും കാണുന്നില്ല. ഇത് ഒരു സെക്കൻഡറി ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ RC ആയാലും ഡൊമിനോർ ആയാലും ഈ ഒരു റബ്ബറിലെ സ്വിച്ചസ് വെയിലത്തൊക്കെ എപ്പോഴും വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഹാർഡായിട്ട് അകത്ത് വെള്ളമിറങ്ങി അടിച്ചു പോകും. അപ്പോൾ ഇതിലാണെങ്കിൽ ഈ ഷെല്ല് മാറ്റണം. RCയുടെ ആണെങ്കിലും ഇവ ഈ ഷെല്ല് നേരത്തെ മാറ്റിയതാണ്. അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല. അല്ലെങ്കിൽ വെള്ളം ഇറങ്ങി അടിച്ചു പോകും. ഇതിൽ എനിക്ക് തോന്നുന്നു 10,000 രൂപയ്ക്കകത്തേ വില വരൂ. അല്ലെങ്കിൽ മീറ്ററോടെ മാറാൻ വേണ്ടി നല്ല രീതിക്ക് ബുദ്ധിമുട്ടായിരിക്കും. RCയുടെ മീറ്റർ കൺസോൾ ഞാൻ കാണിച്ചു തരാം.
ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയാൻ നിൽക്കില്ല. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. ലൈവ് മൈലേജ്, ആവറേജ് മൈലേജ് എന്നീ കാര്യങ്ങളൊന്നും ഇതിലില്ല. ഇതിൽ മാത്രമല്ല ഈ ഒരു ഡോമിനോർ 400ലും ഇല്ല. ഇത് 2018 മോഡലാണ്. BS4 വെർഷൻ ആയതുകൊണ്ടാണ് ഇതിലില്ലാത്തത്. ഇത് ലേറ്റസ്റ്റ് വെർഷനിൽ ആവറേജ്, ലൈവ് മൈലേജ് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അത് ഞാൻ ഒരു പുതിയ ഡ്യൂക്ക് ഡോമിനോ 250 വീഡിയോ ചെയ്തതിൻ്റെ ചാനലിട്ടുണ്ട്. അത് കയറി നോക്കി അറിയാൻ പറ്റും എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ടെന്ന്. നോക്കി വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നിർത്തി വണ്ടികളൊന്നും നോക്കി നിൽക്കാൻ തോന്നിപ്പോകും. കാരണം RC ഭീകരമായ ലുക്കാണ്. കാരണം വണ്ടി ഇറക്കിയപ്പോൾ തൊട്ട് ഈ ഒരു ലുക്കാണ് ഈ ഒരു വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. എന്നിട്ടും ഇതിൻ്റെ ഫാൻ ബേസ് അപാരമായിട്ടുള്ള ഫാൻ ബേസാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനൊരു പുതിയ മോഡൽ RC നിങ്ങളെല്ലാവരും കണ്ടു കാണും. അപ്പോൾ പുതിയ മോഡൽ എടുക്കാൻ പൈസ ഉള്ളവരായപ്പോലും ഈ ഒരു മോഡൽ സെക്കൻഡ് ഹാൻഡ് ആയിരിക്കും എടുക്കാൻ പോകുന്നത്. അപ്പോൾ തന്നെ ഈ ഒരു ലുക്കിന് എന്തുമാത്രം ഫാൻ ബേസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ആലോചിക്കാം. പിന്നെ ഡൊമിനോറിൻ്റെ കാര്യമായാലും വണ്ടി ഇറങ്ങിയപ്പോൾ തൊട്ട് ലുക്കിലൊന്നും വേറൊരു വ്യത്യാസം കൊണ്ടുവരാതെയാണ് ഈ ഒരു വണ്ടി ഇത്രയും നാളായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഇതിൻ്റെ ഒരു ടൂറിങ് വേരിയൻ്റ് ഉണ്ട്. അതിൽ വൈസർ, ക്രാഷ് കാർഡ്, കാരിയർ, സാഡിൽ സ്റ്റേ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കൊണ്ടുവന്നേക്കുന്നത്. ഇനിയിപ്പോൾ ഇറങ്ങുന്ന പുതിയ ഡൊമിനോറിൽ കുറച്ചുകൂടെ ഫീച്ചേഴ്സ്, സ്ലിപ്പർ ക്ലച്ച് അങ്ങനെ കുറച്ച് ഇലക്ട്രോണിക്സ് കൂടെ വരുമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഡൊമിനോറിൽ ആ ഒരു ടൂറിംഗ് വെർഷൻ എടുത്തു കഴിഞ്ഞാൽ അത് റെഡി ടു ടൂർ വെർഷനാണ്. എടുത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും വാങ്ങിക്കേണ്ടതോ വെക്കേണ്ടതോ ആവശ്യമില്ല. പിന്നെ അഡീഷണൽ ആയിട്ട് ആക്സസറീസ് കയറ്റിയതിൻ്റെ ഫൈൻ നിങ്ങൾക്ക് കിട്ടില്ല. കാരണം കമ്പനി തന്നെ ആ ഒരു സാധനം പ്രൊവൈഡ് ചെയ്താൽ ഇറക്കുന്ന ഒരു വണ്ടിയാണ്. അതുകൊണ്ട് ആ ഒരു വർഷം നിങ്ങൾക്ക് വരുന്നില്ല. പിന്നെ ഡൊമിനോറിൻ്റെ അലോയ്, ഒരു ഡയമണ്ട് കട്ട് അലോയ് വീൽസാണ് പറഞ്ഞത്. ഇതിൻ്റെ ലുക്ക് വേറെ ലെവലാണ് ഗെയ്സ്. അത് ചില സ്ഥലത്ത് വെയിലത്ത് വെച്ചൊക്കെ തന്നെ അറിയാൻ പറ്റും എന്തുമാത്രം ഇതുണ്ടെന്ന്. പിന്നെ SOFT അങ്ങനെ തുരുമ്പെടുത്തിരിക്കുന്നത് ഈ വണ്ടിയല്ല, ആ വണ്ടിയല്ല, ഏത് വണ്ടിയായാലും അതങ്ങനെ കാണും. പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. കുറച്ചൊന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുത്താൽ ശരിയാവും. ഇവൻ്റെ വണ്ടിയിൽ 160 ടയർസാണ് ഇട്ടേക്കുന്നത്. നിൻ്റെ അല്ലാടാ 160 ഇട്ടേക്കുന്നത്. അതിന് ഇവൻ്റെ വണ്ടി വരണമെങ്കിൽ ഇവൻ നല്ല രീതിക്ക് അപ്സൈസ് ചെയ്തിട്ടുണ്ട്. 190 ഇട്ടേക്കുന്നത്. ഇത് വലിയ ടയറാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തതെന്ന് വെച്ചാൽ, വലിയ ടയറിടാൻ പറ്റേക്ക് ഈ ഒരു റിമ്മിൽ ഈ ഒരു ബീഡ് കുറച്ച് വളഞ്ഞാണ് കയറിയിരിക്കുന്നത്. പിന്നെ ഇത് എവിടെയാണ് കയറി ഒരയുന്നുമുണ്ട്. അപ്പോൾ ഇത്രയും ഒന്നും അപ്സൈസ് ചെയ്യുന്നതൊന്നും ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. പിന്നെ അവൻ്റെ വണ്ടിയാണ് അവൻ്റെ ഇഷ്ടം. നിങ്ങളുടെ വണ്ടിയിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടയർ സൈസൊക്കെ വാങ്ങിച്ചിടാം. അതിലൊന്നും ആരും നിങ്ങളൊന്നും പറയുന്നില്ല. ഈ ഒരു ഡൊമിനോർ ഇവ എന്തുമാത്രം കിടത്തിനെ ഓടിക്കുന്നത് ജസ്റ്റ് കാണിച്ചിടാം. കാല് കാണിച്ചിടാം. ഈ സ്ലിപ്പർ ഇപ്പോൾ അവൻ ഇട്ടുകൊണ്ട് വന്നതാണ്. ഇത്രയും അവൻ കിടത്തിയാണ് എടുക്കുന്നത് വണ്ടി. അതേപോലെ തന്നെ ആ ഒരു ഗിയർ ലിവറിലും ആ ഒരു ഉരച്ചിലുണ്ട്. അപ്പോൾ ഇത്രയും കിടത്തിനെ ഓടിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഓണർ വലിയ രീതിക്ക് കുഴപ്പമൊന്നും കാണിച്ചില്ല ഓടിക്കുന്നത്. +2 കഴിഞ്ഞപ്പോഴേ വണ്ടി എടുത്തില്ലടാ നീ? +2 കഴിഞ്ഞപ്പോഴേ ആരോ പറഞ്ഞു RC 390 എന്ന്. ചെറുക്കൻ പോയി അപ്പോഴേ എടുത്തു. ഈ എടുത്തതിന് ശേഷം 2000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടി. 2000 അല്ലടാ, 2500 കിലോമീറ്റർ മാത്രമേ ഇത്രയും വർഷമായിട്ട് ഈ ഒരു വണ്ടി ഓടിയിട്ടുള്ളൂ. അതിലും പകുതി ഇവനാണ് ഓടിച്ചത്. അവൻ ഓടിച്ചിട്ടില്ല. ഇവൻ വേറൊരു വണ്ടി അതാണ് ഓടിച്ചത്. ഒരു ക്രൈസിൻ്റെ പുറത്താണ് ഈ വണ്ടി എടുത്തത്. പക്ഷേ അത് കണക്ക് തന്നെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. വണ്ടി ഓടാത്തതുകൊണ്ട് തന്നെ വല്ലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം ഇതിൽ വരുന്നില്ലെന്ന് വേണം പറയാൻ വേണ്ടി. പക്ഷേ ഈ വണ്ടി നല്ല രീതിക്ക് ഓട്ടം ഉണ്ട്. അവൻ ജോലിക്കൊക്കെ പോകുന്ന ഈ വണ്ടിയിലാണ്. അപ്പോൾ നല്ല രീതിക്ക് ഓട്ടവും വരുന്നുണ്ട്. എങ്കിലും മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിലും വണ്ടി ഇല്ലെങ്കിലും ഈ ഒരു വണ്ടി ഏതായാലും നമ്മുടെ ഒരു ഗാരേജിൽ അല്ലെങ്കിൽ ഷെഡിൽ ഇരിക്കുന്ന കാണാൻ വേണ്ടി വേറെ ലുക്കാണ്. വഴി വന്ന ആൾക്കാരെല്ലാം നമ്മളെ വണ്ടി തന്നെ നോക്കൊണ്ട് പോകും. സോ ഗൈസ്, ദിസ് ഇസ് ദ മാൻ, ദ മിത്ത്, ദ ലെജൻഡ്, ദ ലെജൻഡറി ഡൊമിനോ 400. ബജാജിൻ്റെ ലൈനപ്പിൽ തന്നെ NS, AS, AF ഇല്ല, RS ആ ലൈനപ്പ് കഴിഞ്ഞിട്ട് സെഗ്മെൻറ്റ് പിടിച്ചടക്കിയ ഒരേ ഒരു വണ്ടി ഡൊമിനോർ 400. ഇതിൻ്റെ 250 ഉണ്ട്. പക്ഷേ അത് ഞാൻ അത്ര സജസ്റ്റ് ചെയ്യില്ല. സെയിം ചേസിലും പ്ലാറ്റ്ഫോമിലും തന്നെ ഒരു ചെറിയ എൻജിൻ കൊടുക്കുന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ 400 എടുക്കണോ 250 എടുക്കണോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും 400 മാത്രമേ സജസ്റ്റ് ചെയ്യൂ. കാരണം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് കോസ്റ്റും പാർട്സിൻ്റെ കോസ്റ്റൊക്കെ ആൾമോസ്റ്റ് സിമിലറാണ്. അപ്പോൾ നിങ്ങൾക്ക് മൈലേജ് മാത്രം ചെറിയൊരു ഷോർട്ട് കാണും, ഒരു 4-5 കിലോമീറ്റർ മാത്രം. അത് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 400cc വണ്ടി ഓടിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ റൈഡിങ് പൊസിഷനൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. നല്ല വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് NSലും വേറെ ഒരുപാട് വണ്ടികളിലും നിങ്ങൾ കംഫർട്ടിന് വേണ്ടി കയറ്റുന്ന കണ്ടിട്ടുണ്ടായിരിക്കും. വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാറിനോടൊപ്പം തന്നെ നല്ല രീതിക്ക് വെയിറ്റുള്ള ബാറിൻ്റെ വെയിറ്റുമാണ് ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. KTMൻ്റെ കാര്യത്തിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കുറയുന്ന ഓരോ കിലോയ്ക്കും രക്തം ചീന്തുമെങ്കിൽ ഈ ഒരു വണ്ടിയിൽ കൂടുന്ന ഓരോ കിലോയ്ക്കും ഒരു കുട്ട കോൺഫിഡൻസ് ആണ് ഈ ഒരു വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇത് കുറച്ച് പഴയ മോഡൽ വണ്ടിയാണെങ്കിലും ഇലക്ട്രോണിക്സിൻ്റെ മാത്രമേ കുറവുള്ളൂ. ഡൊമിനോറിന് തന്നെ പുതിയ മോഡലുകളിൽ ഇലക്ട്രോണിക്സും എല്ലാം അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു 400 cc വണ്ടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ NS 400 ഉണ്ട്. അതിന് മുമ്പ് വരയ്ക്കും ഡൊമിനോർ 400 ആയിരുന്നു ഉള്ളായിരുന്നത്. RC 390 വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ റൈഡിങ് പൊസിഷൻ കുറച്ചുകൂടി ഒരു കമാൻഡിങ് ആയിട്ടുള്ള റൈഡിങ് പൊസിഷനാണ്. നമ്മളതിൻ്റെ പിറത്ത് കയറി ചെയ്യുന്നത് കുറച്ച് അപ്രൈറ്റ് ആയിട്ടാണ് ഓടിക്കുന്നത്. പിന്നെ ഈ ഒരു വണ്ടി പക്ക ഒരു ടൂറിങ്ങിന് വേണ്ടി ഇറക്കിയ വണ്ടി എന്ന് തന്നെ പറയാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ ടൂറിങ് എഡിഷൻ വണ്ടിയിൽ കാരിയറും
കുറച്ച് അഡീഷണൽ ആയിട്ട് ആക്സസറീസ് ഒക്കെ ഉണ്ട്. അതൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇതൊരു ഹൈവേക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയ വണ്ടിയാണെന്ന് നമുക്ക് അശ്വരനെത്തിക്കാൻ പറയാൻ പറ്റും. കാരണം നല്ല രീതിക്ക് വെയിറ്റും ലോങ്ങർ വീൽ ബേസും കാരണം ഇതിൻ്റെ ഹൈവേയിൽ ഈ ഒരു വണ്ടി തരുന്ന കോൺഫിഡൻസും സ്റ്റെബിലിറ്റിയും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇപ്പം ഞാൻ ഒരു RC ഫാൻ ബോയ് ആണ്. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ആ ഒരു വണ്ടിയാണ് ഇഷ്ടം. പക്ഷേ ഓട്ടിക്കാൻ കംഫർട്ടും എനിക്ക് കുറച്ചുകൂടെ ഒരു പൊടിക്കല്ല അത്യാവശ്യം നല്ല രീതിക്ക് കോൺഫിഡൻസ് കൂടുതലെടുത്ത വണ്ടി ഇതാണ്. കോൺഫിഡൻസ് ആയിട്ട് നോക്കണമെങ്കിൽ ഞാൻ എപ്പോഴും ഡൊമിനോറിൻ്റെ കാര്യത്തിലേ പറയൂ. പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റൊക്കെ നമുക്ക് അത്യാവശ്യം വണ്ടി എടുത്തു കഴിഞ്ഞാൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ആകെ നിങ്ങൾക്കൊരു പ്രശ്നം തോന്നുന്നത് വെച്ചാൽ എണ്ണ അടിക്കുന്നത് മാത്രമാണ്. ബാക്കി ഇതിൻ്റെ ബ്രേക്ക് പാഡൊക്കെ മാറാൻ തന്നെ എനിക്ക് തോന്നുന്നു ഓർഗാനിക് ബ്രേക്ക് പാഡാണ്. സ്റ്റോക്ക് ബ്രേക്ക് പാഡിന് വെറും 250 രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ. നിങ്ങൾക്ക് തന്നെ അറിയാം ചില 150cc വണ്ടികളിൽ തന്നെ ബ്രേക്ക് പാഡിന് 1000-1200 വരുന്നുണ്ട്. വണ്ടിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. പിന്നെ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഏതൊരു വഴി കൂടെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി തരുന്ന കോൺഫിഡൻസ് വേറെയാണ്. പിന്നെ RCയുടെ തന്നെ കുറച്ചുകൂടെ 390യുടെ കുറച്ചുകൂടെ ട്യൂൺഡ് ആയിട്ടുള്ള എഞ്ചിനാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. ഇതിൻ്റെ മിറേഴ്സൊക്കെ നല്ല വിസിബിലിറ്റി തരുമെങ്കിലും നമുക്കിത് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര പാടാണ്. എൻ്റെ ഒരു ഹൈറ്റ് അനുസരിച്ച് എനിക്കൊരു പൊടിക്കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് എനിക്ക് വണ്ടി ഓടിക്കാമായിരുന്നു. പക്ഷേ ഇത് വെൽഡ് ചെയ്ത് വെച്ച പോലെയാണ് ഇരിക്കുന്നത്, മിററൊന്നും അനക്കത്തില്ല. പിന്നെ ഈ ഒരു വണ്ടിയിൽ എവിടെയൊക്കെ വെയിറ്റ് കൂട്ടാൻ പറ്റുമോ അവിടെയൊക്കെ കൂട്ടിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഒരു മിറർ തന്നെ 2-2.5-3 കിലോ അടുപ്പിച്ചുണ്ട്. 2 മിറർ മാറ്റി തന്നെ വണ്ടിയുടെ വെയിറ്റ് ഏകദേശം ഒരു 3-4 കിലോ കുറയും. നമുക്ക് കുറച്ച് ദാഹജലം ഇനി കൊടുത്തിട്ട് സംസാരിക്കാം. ഹായ്, ഇത് പുതിയ കണ്ടന്റ്. ആര് അവന്മാർ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എവിടെയാ പോടെ? ഇവിടെ പണി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇവിടെ ഇന്നലെ പോലീസ് ഫോട്ടോ എടുത്തറായി. വെഞ്ഞാറോട് വരെ പോയില്ലേ? എന്നാടാ 100 അടിച്ചാൽ മതി കേട്ടോടാ. ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ കൊള്ളാം. ഞാൻ അടിച്ചാൽ പവർ കൂടുതലാണ്. അത് കുഴപ്പമില്ല, ഞാൻ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കയറും. 100 അടിച്ചാലും ഞാൻ 100 അടിച്ചാലും കൂടും. ഈ നമ്മൾ ഫ്യൂലൊക്കെ പക്കാ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യം മറന്നുപോയി, മെയിനായിട്ടുള്ളത് കയ്യിൽ നിന്ന് കരുവാടിലേക്കുള്ള ദൂരം വളരെ വിദൂരമല്ലെന്ന് നിങ്ങൾ എപ്പോൾ മനസ്സിലാക്കുന്നു അപ്പോൾ നിങ്ങൾ ഈ സ്ലീവൊക്കെ താത്തി ഇട്ട് ബട്ടൺസ് പിടിച്ചിടും. ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹാൻഡ് സ്ലീവെങ്കിലും നിങ്ങൾ ഉപയോഗിക്കും. മാക്സിമം ഹാൻഡ് സ്ലീവൊക്കെ യൂസ് ചെയ്ത് വെളിയിറങ്ങാൻ നോക്കണം. ഹാൻഡ് സ്ലീവ് ഇല്ലെങ്കിൽ കൈയെങ്കിലും ഇതേപോലെ ഫുൾ പിടിച്ചിട്ടിട്ട് വേണം നടക്കാൻ വേണ്ടി. കൈ തന്നെ ഞാൻ ഹാഫ് സ്ലീവൊക്കെ ഇട്ടുകൊണ്ടിരുന്നിട്ട് നോക്കുന്ന സമയത്ത് വേറെ ആരെയോ കൈവച്ച് വെൽഡ് ചെയ്ത് നടക്കാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇവിടം വെച്ചിട്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഫുൾ സ്ലീവ് പിടിച്ചിട്ടെങ്കിൽ ഇവിടെയൊക്കെ വെയിലടിക്കും. എനിവേ ജസ്റ്റ് ലീവ് ഇറ്റ്. അപ്പോൾ ഡൊമിനോർ തരുന്നൊരു കോൺഫിഡൻസ് വേറെ ഏതെങ്കിലും വണ്ടി സെഗ്മെൻറ്റിൽ തരുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. എനിക്ക് 400cc സെഗ്മെൻറ്റിൽ എനിക്ക് ഏറ്റവും ഫേവററ്റ് RC ആണെങ്കിൽ ഓട്ടിക്കാൻ വേണ്ടി ഇഷ്ടം ഡൊമിനോറാണ്. പിന്നെ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് അത്യാവശ്യം മൈലേജൊക്കെ തരും. ഇത് പലവർക്കും പല മൈലേജാണ് പറയുന്നത്. 33 ഹൈവേ കിട്ടിയതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ കറക്റ്റ് ടെസ്റ്റ് ചെയ്താലേ അറിയാൻ പറ്റും. പിന്നെ ഒരു വണ്ടിയുടെ മൈലേജ് അതിൻ്റെ ഓണർ പറയുന്നതിൻ്റെ അപ്പുറത്തോട്ട് വേറൊരു സംസാരത്തിൻ്റെ പോലും ആവശ്യമില്ല. കാരണം അവർക്ക് മൈലേജ് കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ട് കുറച്ച് എണ്ണ അടിക്കും, നഷ്ടങ്ങൾ മാത്രമേ കിട്ടാറുള്ളൂ. ഒരു 6th ഗിയറിൽ 80 കറക്റ്റ് ഇതിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ടാണ്. പിന്നെ ഇതൊരു ഹൈവേ ക്രൂസിങ്ങിന് പറ്റിയ വണ്ടിയാണ്. ഒരു 110-120 ക്രൂസ് ചെയ്ത് പോകാൻ അടിപൊളിയാണ്. ആ വെയിറ്റും ലോങ്ങർ വീൽ ബേസും സ്റ്റെബിലിറ്റി എല്ലാം കൂടെ കൊണ്ടിട്ട്. പിന്നെ ഇവിടെ വെച്ചിട്ട് 120 പോയി കഴിഞ്ഞാൽ വീഡിയോ ഇടാൻ വേണ്ടി ഞാൻ ചിലപ്പോൾ കാണില്ല. അതുകൊണ്ട് നമുക്ക് അത് ഒന്ന് വെറുതെ ഇടാം. ഈ ബസ്സിനൊന്ന് ഓവർടേക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഇതിനൊന്നും കയറുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം ഗിയറിലെ മാറി ഈ വണ്ടി ഓടിക്കാൻ പറ്റും. പിന്നെ 6th ഗിയറിൽ ലോ സ്പീഡ് ഞാൻ കാണിച്ചു തരാം. ഇത് വണ്ടി അത്യാവശ്യം ടോർക്കുണ്ട്. 6th ഗിയറിൽ വേണമെങ്കിൽ ഒരു 50 പിടിച്ചൊക്കെ പോകാൻ പറ്റും. 52 പേരെയാണെന്ന് തോന്നുന്നു കറക്റ്റ്. അതിൽ താഴെ പോകുമ്പോഴാണ് ചെറിയൊരു പ്രശ്നം പറ്റുന്നത്. പിന്നെ ഇത് ഓട്ടിക്കുന്നതിൽ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നിയെന്ന് വെച്ചാൽ വണ്ടി റോട്ടിൻ്റെയൊക്കെ താഴേക്ക് ഇറക്കി നിർത്തിയിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ് അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ വേണ്ടി ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം കാലൊക്കെ നല്ല നീളമുള്ളതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ എങ്ങനെയായാലും നീക്കിയെടുക്കും. പിന്നെ വണ്ടി ഞാൻ ഓഫ് ചെയ്ത സമയങ്ങളിൽ ഓഫായിട്ടുള്ള സമയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കാൻ വേണ്ടി ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഈ വണ്ടി സ്ഥിരം ഓടിച്ച് അവനെ സെറ്റായിട്ടുണ്ട്. കുറേ നാൾ കൈ ഇരിക്കുകയാണെങ്കിൽ അത് സെറ്റാവും. എങ്കിലും കാലിനൊക്കെ അത്യാവശ്യം നീളം കുറഞ്ഞ ആൾക്കാർക്ക് ഓട്ടിക്കാൻ പറ്റുമെങ്കിലും ഇതേപോലെ വണ്ടി നീക്കാനോ പിറകിലുള്ള ആളെ വെച്ചിട്ട് നമ്മൾ ബാക്കിലോട്ട് വലിക്കാനോ ഒക്കെ നല്ല രീതിക്ക് ബുദ്ധിമുട്ടായി. കാരണം വണ്ടിക്ക് നല്ല രീതിക്ക് വെയിറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ പുതിയ മോഡൽ റിവ്യൂ ചെയ്ത് ഇവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ,
വീഡിയോ കാണുന്നതല്ലാതെ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല. സബ്സ്ക്രൈബേഴ്സ് കൂടി ഇൻകം ഒക്കെ കൂടുമ്പോഴത്തേക്ക് പുതിയൊരു വണ്ടികൾ കിട്ടും. പുതിയൊരു വണ്ടികൾ ഞാൻ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ ഇപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഞാൻ 100 രൂപയ്ക്ക് മാത്രമേ പെട്രോൾ അടിച്ചിട്ടുള്ളൂ. 500 രൂപയ്ക്കൊക്കെ അടിച്ചു വിടുമെന്ന് ചിലവരെങ്കിലും മനസ്സിൽ തോന്നും. എൻ്റെ ചാനലൊക്കെ മോണിറ്റൈഫ്ഡ്, പക്ഷേ ഞാൻ ഒരു വണ്ടി റിവ്യൂ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5, 10, 15 പിച്ചക്കാർക്ക് കൊടുക്കുന്ന പോലെയൊക്കെയാണ് എൻ്റെ ഇൻകം. അപ്പോൾ ആ ഒരു ഇൻകം വെച്ചിട്ട് ഞാൻ ഇതിലിപ്പോൾ 100 രൂപയ്ക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എത്ര വണ്ടി റിവ്യൂ ചെയ്ത് എത്ര രൂപ എനിക്ക് നഷ്ടമെന്ന് നിങ്ങൾക്ക് തന്നെ ആലോചിക്കാം. പിന്നെ എന്തെങ്കിലും ഇതൊക്കെ ഒന്ന് സെറ്റ് ആവുമെന്നുള്ളൊരു ഹോപ്പിൽ മാത്രമാണ് എന്നെയൊക്കെ അടിക്കുന്നതും. പിന്നെ ചുമ്മാ നിൽക്കുമ്പോൾ എൻ്റർടൈൻമെൻറ്റ്. എനിക്ക് വണ്ടിയൊക്കെ റിവ്യൂ ചെയ്യാനും ഓടിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ്. വണ്ടി റിവ്യൂ ചെയ്യുന്നതിലുപരി ഒരുപാട് വണ്ടികൾ ഓടിക്കാൻ പറ്റും റിവ്യൂ എടുത്തു കഴിഞ്ഞാൽ. ഇതിൻ്റെ ബ്രേക്കിങ്ങും നല്ല എനിക്ക് ബൈറ്റൊക്കെയുള്ള ബ്രേക്കാണ്. ഫ്രണ്ടിൽ 320mm ഡിസ്ക്കാണ് പറഞ്ഞത്. നമ്മൾ അടുത്തായിട്ട് ഓടിക്കാൻ പോകുന്ന RCക്ക് BS3 മോഡലാണ്. അതിൽ 300mm മാത്രമേ ഫ്രണ്ട് ഡിസ്കിൻ്റെ സൈസ് വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബ്രേക്കിംഗ് നമുക്ക് പ്രത്യക്ഷത്തിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്തായാലും KTMൻ്റെ ബ്രേക്കിംഗ് ഒരുപാട് കൂടുതലാണ്. കാരണം ഇത് സിന്തയുടെ ബ്രേക്ക് പേഡും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിൻ്റെ ഒരു ബ്രേക്ക് പേഡിന് ഞാൻ ഇപ്പോൾ 250 രൂപ ഉള്ളതെന്നൊക്കെ പറഞ്ഞാലും അത് ഓർഗാനിക് ബ്രേക്ക് പേഡാണ്. പക്ഷേ ഈ വണ്ടിയുടെ പിടിച്ചെടുത്തിൻ്റെ ബ്രേക്കിംഗ് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ പുഷ് ചെയ്ത് ഓടിക്കുന്ന ആളാണ്, കുറച്ചുകൂടെ ബ്രേക്കിംഗ് വേണമെന്ന് എപ്പോഴെങ്കിലും തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് സിന്തയുടെ ബ്രേക്ക് പേഡ് എന്ന ഓപ്ഷനിലോട്ടൊക്കെ പോകാം. പക്ഷേ അത് കുറച്ചുകൂടി എക്സ്പെൻസീവുമാണ്. അതേപോലെ തന്നെ ആ ഒരു ബ്രേക്ക് പേഡ് യൂസ് ചെയ്താൽ നിങ്ങളുടെ ഡിസ്ക് പെട്ടെന്ന് പോകാനായിട്ടാവും. പക്ഷേ കിട്ടുന്ന ബ്രേക്കിംഗ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ ഡിസ്ക് പോകുന്നതെന്നൊരു പ്രശ്നമായിട്ട് ആരും നോക്കാറില്ല. പിന്നെ ഇതിൻ്റെ പാർട്സൊക്കെ കുറച്ച് ബൾക്കായിട്ടുള്ള പാർട്സും അതേപോലെ തന്നെ വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. ബജാജ് നമുക്ക് അവർക്ക് പറ്റുന്ന രീതിയിൽ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് വണ്ടി സെറ്റാക്കി തന്നിട്ടുണ്ട്. പിന്നെ RC എനിക്ക് പറഞ്ഞ ഇങ്ങനത്തെ വഴിയിലൊക്കെ ഓടിക്കാൻ വേണ്ടി കുറച്ച് പേടിയാണ്. കാരണം സ്ഥിരം ഓടിക്കാത്തതുകൊണ്ട് കൈ നിൽക്കാത്ത ഒരു ഫീല് തോന്നും. പക്ഷേ ഈ ഒരു വണ്ടി കുഴപ്പമൊന്നുമില്ല, നല്ല എനിക്ക് കോൺഫിഡൻസ് കൊണ്ട് ഇങ്ങനത്തെ വഴിയിലൊക്കെ ഓടിച്ചിട്ട് പോകാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ 250 ആണെന്നെങ്കിൽ എനിക്ക് തോന്നുന്നു 6 ഗിയർ ഏകദേശം 4-5 ഗിയറൊക്കെ മാറാൻ പറ്റും. പിന്നെ ഇത് കുറച്ചുകൂടെ ലൗഡായിട്ടുള്ള SF നോട്ടാണ്. നല്ല സ്വീറ്റ് ആയിട്ടുള്ള സൗണ്ടാണ്. ഈ ലോവർ RPMൽ ഇതിന് പിന്നെ കുറച്ചുകൂടെ ടോർക്കുണ്ട്. ഈ വണ്ടി നിങ്ങൾക്ക് അത്യാവശ്യം ഓഫ് റോഡൊക്കെ പോകാൻ പറ്റും. പക്ഷേ ഓഫ് റോഡ് പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, വണ്ടി ഓഫ് റോഡിൽ ഓഫായി കഴിഞ്ഞാൽ വീഴും. എക്സ്പൾസ് ഒന്നും പോലെ നിങ്ങൾക്ക് വണ്ടി നൂത്തൊന്നും എടുക്കാൻ പറ്റിയൊന്നുമില്ല. വീണ് കഴിഞ്ഞാൽ വീണതാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഡൊമിനോർ വീഴുന്നത് വരെയും നിങ്ങൾക്ക് തരുന്ന കോൺഫിഡൻസ് അപാരമായിരിക്കും. ഞാൻ മുമ്പ് ഒരു GTയുടെ വണ്ടി കോണ്ടിനെൻ്റൽ GT റിവ്യൂ ചെയ്തപ്പോഴും ഈ ഒരു സെയിം കാര്യം പറഞ്ഞായിരുന്നു. അടുത്തായിട്ട് നമുക്ക് RC ഓടിക്കുക. നമ്മളിപ്പോൾ RC ആണ് ഓടിക്കുന്നത്. ഈ ഒരു വണ്ടിയുടെ റിവ്യൂ ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞു ഇതിന് ബാക്ക് ബ്രേക്ക് ഇല്ല എന്ന്. പിന്നെ വണ്ടി നല്ല എനിക്ക് അഗ്രസീവാണ്. ആ ഒരു ഡൊമിനോർ ഞാൻ ഇതുവഴിയൊക്കെ ഓടിച്ചിട്ടുണ്ടെന്ന് വലിയ കുഴപ്പമില്ല. പക്ഷേ ഇത് നമ്മൾ ചുമ്മാ ഒന്ന് കൈ അങ്ങോട്ട് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 100 വണ്ടി എത്തും. ഒരു തേടി കയറി മാറിപ്പോകാൻ തന്നെ ഇവിടെയൊന്നും ഈ വണ്ടി പറ്റില്ല. ഞാൻ ഈ വണ്ടി നല്ല രീതിക്ക് റോട്ടിൽ ഇറങ്ങി പൊളപ്പിച്ചൊന്നും ഓടിക്കുന്നതൊന്നുമില്ല. ബാക്ക് ബ്രേക്ക് ഇല്ല. ഞാൻ ഫ്രണ്ട് ബ്രേക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ചില സമയത്ത് നോർമൽ ഇതിൽ ബാക്ക് ബ്രേക്ക് യൂസ് ചെയ്യും. പിന്നെ ഇതിൻ്റെ മിറേഴ്സ് 2 മുയലിൻ്റെ ചെവി പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ ഈ ചില RCയുടെയൊക്കെ ഈ ഒരു ലോക്ക് പോകും. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ഊരിത്തെറിച്ച് പിന്നെ ബാഗിലേക്ക് ഇട്ടുകൊണ്ടാണ് ചിലവന്മാർ പോകുന്നത്. ഇവിടെയൊക്കെ കണ്ടാ ഈ ഒരു തേടി കയറി പോയാൽ നല്ല രീതിക്ക് വണ്ടി ഒരു ചെറിയ ഇടിയാണ് കിട്ടും. ഇങ്ങനത്തെ റോഡിൽ കൂടെയൊന്നും വണ്ടി ഓടിച്ചിട്ടേ ഇല്ലായിരുന്നു. ആണ് പിന്നെ ഇങ്ങനത്തെ റോഡിൽ കൂടെ കൊണ്ടുവന്നത്. ഇങ്ങനത്തെ റോഡിൽ കൂടെ ഓടിച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് കൈയും കടുക്കും, നടുവും കഴിക്കും, കഴുത്തും എല്ലാം കഴയ്ക്കുന്നുണ്ട്. പിന്നെ കഴയ്ക്കാതിരിക്കാൻ ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ 2 കാല് വെച്ച് ഒരു ടാങ്കിൽ ഹഗ് ചെയ്ത് പിടിച്ച് വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വലിയ രീതിക്കുള്ള കഴപ്പൊന്നും കിട്ടില്ല. എങ്കിലും ഈ ഒരു ഗട്ടറുള്ള റോഡിൽ കൂടെ ഓടിക്കുമ്പോഴത്തേക്ക് ഈ കയ്യിൽ നല്ല രീതിക്ക് ഒരു സ്ട്രെയിൻ വരുന്നുണ്ട്. പിന്നെ ഇത് പക്ഷേ ഈ ഒരു വണ്ടി കിടത്താനൊക്കെ ഡോമിനോറിനെ കാട്ടി കോൺഫിഡൻസ് കുറച്ചുകൂടെ ഒരു ഫീലും അറിഞ്ഞ് ഓടിക്കാൻ പറ്റിയ വണ്ടി എപ്പോഴും വാസിയാണ്. കാരണം ഇത് കറക്റ്റ് ആ ഒരു എന്താ പറയുക സ്പോർട്ടി റൈഡും ബോഫിനും എല്ലാം കൊണ്ട് നമുക്ക് കിടത്തിയൊക്കെ ഓട്ടിക്കാനും കുറച്ചുകൂടെ ഒരു അഗ്രസീവായിട്ട് നമ്മളെ വണ്ടി പുഷ് ചെയ്ത് വണ്ടി എടുക്കാൻ വേണ്ടി നമ്മളെ മനസ്സും പറയും, നമ്മൾ ഓട്ടിക്കുകയും ചെയ്യണം. പക്ഷേ ആ ഒരു ഫീല് നമ്മളെ മാന്യമര്യാദയ്ക്കുള്ള സ്പീഡിൽ ഓട്ടിക്കാൻ വേണ്ടി നമ്മളെപ്പോൾ പഠിക്കുന്നു ആ ഒരു സമയത്ത് നമ്മൾ മെച്യൂരിറ്റി ചെയ്തെന്ന് തന്നെ പറയാം. പിന്നെ ഈ ഒരു ലുക്ക് നല്ല രീതിക്ക് ഇഷ്ടമുള്ളവർക്ക് കംഫർട്ട് അത്ര പ്രശ്നമായിട്ട് ഒരിക്കലും തോന്നില്ല. ഞാൻ ഇപ്പോൾ വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞ് 2 വണ്ടിയും കൊണ്ട് വെച്ച് അതിൻ്റെ ഓണർ ഇതിൻ്റെ ഓണറിനെ എല്ലാം കറക്റ്റ് ഏൽപ്പിച്ച് നമ്മൾ തിരിച്ച് പോവുകയാണ്. പിന്നെ ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ ആരും വീഡിയോ കണ്ടിട്ട് അതേപോലെ ഇറങ്ങി പോകുന്നതേ ഉള്ളൂ. ലൈക്കോ ഷെയറോ സബ്സ്ക്രൈബോ ഒന്നും അടിക്കുന്നില്ല. നിങ്ങൾ ലൈക്ക് അടിക്കുന്നു, ഓരോ കമൻറ്റൊക്കെ ഇടുമ്പോൾ എനിക്ക് പുതിയൊരു വണ്ടിയിൽ എടുക്കാൻ വേണ്ടി കുറച്ചുകൂടെ മോട്ടിവേഷൻ ആകും. പുതിയൊരു വണ്ടികൾ നിങ്ങളുടെ ഫ്രണ്ടിൽ കൊണ്ടുവരാനും പറ്റും. അപ്പോൾ ദിസ് ഈസ് ജാസ് സൈനിങ് ഓഫ് ഫ്രം യുവർ ഫ്രണ്ട്ലി നെയ്ബർ യൂട്യൂബ് ചാനൽ.